പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ടാണ് സ്ഫോടനം ഉണ്ടായത്. ടാങ്കർ സ്ഫോടനമാണ് ഉണ്ടായതെന്നും നിരവധി വാഹനങ്ങൾ തീപിടിച്ച് നശിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം. സിന്ധു പ്രവിശ്യയിലെ പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന ചൈനീസ് എഞ്ചിനീയർമാരുടെ വാഹനവ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. നോർത്ത് നിസാമാബാദ്, ചണ്ഡീഗഡ്, കരീമാബാദ് തുടങ്ങി വിമാനത്താവളത്തിന് സമീപമുള്ള പല സ്ഥലങ്ങളിലും സ്ഫോടനത്തിന്റെ ശബ്ദം വലിയ രീതിയിൽ കേട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് കറാച്ചിയിലേത്. സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ വിമാനത്താവളത്തിലേക്കുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ അടച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും വർദ്ധിപ്പിച്ചു. എയർപോർട്ട് റോഡിലാണ് സ്ഫോടനം ഉണ്ടായതെന്നും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ആഭ്യന്തരമന്ത്രി സിയാഉൽ ഹസൻ പറഞ്ഞു. സ്ഫോടനത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഷാങ്ഹായ് ഉച്ചകോടി പാകിസ്ഥാനിൽ നടക്കാനിരിക്കെയാണ് രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഫോടനമുണ്ടായത്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തീവ്രവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി മാധ്യമപ്രവർത്തകർക്ക് ഇമെയിൽ അയച്ചു. എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും സ്ഫോടക വസ്തു വാഹനത്തിൽ ഘടിപ്പിച്ചാണ് ആക്രമണം നടത്തിയതെന്നും BLA പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിമാനത്താവളത്തിന് സമീപം പോർട്ട് ഖാസിം ഇലക്ട്രിക് പവർ കമ്പനിയുടെ ഒരു വാഹന വ്യൂഹം ആക്രമണത്തിന് ഇരയായതായും ഭീകരാക്രമണമാണ് ഉണ്ടായതെന്നും പാകിസ്ഥാനിലെ ചൈനീസ് എംബസി പ്രതികരിച്ചു. അതിനിടെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലും വൻ ഭീകരാക്രമണം നടന്നു. പതിയിരുന്ന ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനം ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയായിരുന്നു. സംഭവത്തിൽ 8 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. സംഭവം നടന്നയുടൻ പ്രദേശത്ത് മുഴുവൻ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിരോധിത സംഘടനയായ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ ജമാഅത്തിൽ അഹ്റാർ എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 ദിവസം മുമ്പ് ഇതേ പ്രവിശ്യയിൽ നടന്ന വെടിവയ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TTPയും ഏറ്റെടുത്തിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിൽ നിന്നാണ് TTP പ്രവർത്തിക്കുന്നതെന്ന് പാകിസ്ഥാൻ സർക്കാർ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.